ഇപ്പം നമ്മുടെ KGC ഓട്ടോമൊബൈൽ അതുപോലെ തന്നെ ജൂനിയർ എക്സെട്ര MMB ഇനി തൊട്ടടുത്ത മാസം വരാൻ പോകുന്ന ഡ്രൈവർ കം മെക്കാനിക്ക് അതുപോലെ തന്നെ നവംബർ അല്ലെങ്കിൽ ഡിസംബറിൽ ആദ്യം ഉണ്ടാവുന്ന ഡീസൽ മെക്കാനിക്ക് ഇവയ്ക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. റേഡിയേഷൻ ആൻഡ് വൈബ്രേഷൻ ആർ ബിലോങ്സ് ടു നമ്മുടെ ഒക്കുപേഷണൽ ഹസാർഡ്സ് നമ്മൾ 8 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ റേഡിയേഷനും വൈബ്രേഷനും വരുന്നത് ഫിസിക്കൽ ഹസാർഡ്സിലാണോ, കെമിക്കലിലാണോ, ഫിസിയോളജിക്കൽ സൈക്കോളജിക്കലിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് എങ്ങനെയാണ് ഓപ്ഷനിലേക്ക് എത്തുക? നമുക്ക് ഈ സിയും ഡിയും നമുക്ക് ഉടനടി ക്യാൻസൽ ചെയ്യാം. കാരണം വൈബ്രേഷൻ ഒരു സൈക്കോളജിക്കൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, നമുക്കറിയാലേ. പക്ഷെ വൈബ്രേഷൻ നമ്മളെ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഫിസിക്കലായിട്ട് ബാധിക്കും. നിങ്ങളിപ്പോൾ ഒരു JCB അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീനൊക്കെ തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വൈബ്രേഷൻ നിങ്ങളെ ബാധിക്കൂലേ? ഫിസിക്കലായിട്ടല്ലേ ബാധിക്കുക. അപ്പോൾ ഈ വൈബ്രേഷൻ എന്നുള്ള ഒരു കീവേഡ് ഉള്ളത് കൊണ്ട് തന്നെ അധികം ആൾക്കാർക്കും അത് ആൻസർ കറക്റ്റായിട്ട് ഫിസിക്കലായിട്ട് അവർ മാർക്ക് ചെയ്യും. പക്ഷേ ഈ റേഡിയേഷൻ എന്നുള്ള ഒരു വാക്കുള്ളത് കാരണം നമുക്ക് കെമിക്കൽ ഹസാർഡ്സിൽ ചെറിയൊരു ഡൗട്ട് തോന്നും. കാരണം കെമിക്കൽ ഹസാർഡ്സിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. പക്ഷേ റേഡിയേഷൻ അയണൈസിങ്ങും നോൺ അയണൈസിങ്ങും ആയിട്ടുള്ള റേഡിയേഷൻ നമ്മളെ ഫിസിക്കലായിട്ടാണ് ബാധിക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നുകൂടി നോക്കി വരാം. ഒക്കുപേഷൻ ഹസാർഡ്സ് കണ്ടില്ലേ, 8 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഈ ബയോളജിക്കലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആണ്. അതുപോലെ ഫിസിയോളജിക്കലും ഇലക്ട്രിക്കലും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് തോന്നുക. ഇതുപോലെ PSCക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് ഫിസിക്കലി, കെമിക്കലി, മെക്കാനിക്കല്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഫസ്റ്റ് ചോദ്യം തന്നെ വന്നിട്ടുള്ളത് ഇതാണ്, ഫിസിക്കൽ ഹസാർഡ്സ് എന്ന് കണ്ട ഈ നോയ്സ് നമ്മളെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. നല്ല സൗണ്ട് വരുമ്പോൾ നമുക്ക് അപ്പം തന്നെ ചെവിയുടെ കാരണം ഇവിടെ ഒക്കെ നമുക്ക് ഇങ്ങനെ വേദനിക്കുന്ന ഫീൽ ആയിട്ടില്ലേ. അതുപോലെ തന്നെ നല്ല തണുപ്പ്, നല്ല ചൂട്, വൈബ്രേഷൻ, അതൊക്കെ നമ്മളെ ഫിസിക്കലായിട്ട് ബാധിക്കുക. റേഡിയേഷൻ ഇവിടെ നിന്നാണ് ചോദ്യം വന്നത്. അതുപോലെ തന്നെ നല്ല ലൈറ്റിങ്, ഇല്ലുമിനേഷൻ ഒക്കെ നമ്മളെ ഫിസിക്കലായിട്ടാണ് ബാധിക്കുക. പക്ഷെ കെമിക്കലി നിങ്ങൾ നോക്കി നോക്കൂ, ഇൻഫ്ലാമബിൾ, അതുപോലെ തന്നെ എക്സ്പ്ലോസീവ്സ്, ടോക്സിക്, കൊറോസീവ്. തൊട്ടടുത്ത ഓപ്ഷൻ നോക്കി നോക്കൂ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ കെമിക്കലായിട്ട് ബാധിക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നിന്നാണ് ചോദ്യം ചെയ്യുന്നത്. ഈ എക്സ്പ്ലോസീവും എല്ലാം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾ എന്തായാലും നോക്കി വെക്കുക. അതിൽ ഈ ബയോളജിക്കലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ സിമ്പിൾ ആണ്. രണ്ടാമത്തെ ചോദ്യം, PPE സ്റ്റാൻഡ് ഫോർ. PPE എന്നുള്ളതിന്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാവുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു PPE നമ്മൾ കേട്ടിട്ടുണ്ട്. അത് 8 കാറ്റഗറിയാണ്. ഫസ്റ്റ് ചോദ്യം കഴിഞ്ഞിട്ട് 3 പേജ് കഴിഞ്ഞിട്ട് തന്നെ അടുത്ത ചോദ്യം വന്നിട്ടുണ്ട് കണ്ടോ. PPEയുടെ ഫുൾ ഫോം ഫസ്റ്റ് ലൈൻ തന്നെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇത് 8 നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ PP1 എന്ന് പറയുന്നത് നമ്മളെ ഹെൽമെറ്റ് ആണ്, തലനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. PP2 എന്ന് പറയുന്നത് നമ്മളെ കാലുകളെ സേഫ്റ്റി ഫ്യൂട്ടർ, എന്തെങ്കിലും ശക്തമായിട്ടുള്ള എന്തെങ്കിലും വീഴുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണികൾ അതൊന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി ഫുഡ് വെയർ ആണ്. PP3 എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തെ സംരക്ഷിക്കാനുള്ള മാസ്ക്, റെസ്പിറേറ്ററി ഐറ്റംസ് ആണ്. PP4 എന്ന് പറയുന്നത് നമ്മളെ കൈകളെ ചൂടുള്ള ഗ്ലൗസ് നമ്മൾ ഉപയോഗിക്കൂലേ, ലെതർ ഗ്ലൗസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കൂലേ വെൽഡിങ്ങിന്റെ ടൈമിലും ചൂടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനത്തെ വർക്കിങ്ങിനൊക്കെ നമ്മൾ ചെയ്യൂലേ. പിന്നെ PP5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് ആൻഡ് ഫേസ് ഉണ്ട് കേട്ടോ. ഐസും ഫേസും ഉണ്ട്, ഗഗിൾസും അതുപോലെ തന്നെ വെൽഡിങ്ങിന്റെ ഹെൽമെറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ പെടും. ഇനി PP6 പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആൻഡ് കവറുകൾ, നമ്മൾ ആപ്പോൺ ഒക്കെ കേട്ടിട്ടില്ലേ, വെൽഡിങ്ങിന്റെ ലെതർ ആപ്പോൺ ഒക്കെ കേട്ടിട്ടില്ലേ. PP7 എന്ന് പറഞ്ഞാൽ നമ്മളെ ചെവികളെ സംരക്ഷിക്കാനുള്ളതാണ്. PP8 എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയരത്ത് കയറുമ്പോൾ സേഫ്റ്റി ബെൽറ്റ്, അതാണ് കാറ്റഗറി. അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി പോയിന്റ് ആംഗിൾ ഓഫ് സെന്റർ പഞ്ച്. എപ്പോഴും കാണുന്ന ചോദ്യമാണ് സെന്റർ പഞ്ചിന്റെ പോയിന്റ് ആംഗിൾ. ഇത് 45 നമുക്ക് ഒരിക്കലും ഡൗട്ട് വരില്ല, 30, 90, 60. ഇതിൽ നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 90 ആണ് സെൻട്രൽ പഞ്ചിന്റെ പോയിന്റ് ആംഗിൾ. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കി വരാം. കണ്ടില്ലേ, ഫസ്റ്റ് പ്രിക് പഞ്ച്. പ്രിക് പഞ്ചിൽ 2 കാറ്റഗറി ഉണ്ട്. 2 കാറ്റഗറി നമുക്കിപ്പോ PDC ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. പ്രിക് പഞ്ചിന്റെ ആംഗിൾ 30 ഡിഗ്രി, ഡോട്ട് പഞ്ചിന്റെ ആംഗിൾ 60 ഡിഗ്രി, സെന്റർ പഞ്ചിന്റെ ആംഗിൾ 90 ഡിഗ്രി. PDC ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇതിൽ കണ്ടില്ലേ സെന്റർ പഞ്ച് കണ്ടില്ലേ, at an angle ground to at an angle of 90 degree. ഇനി സെന്റർ പഞ്ചിന്റെ എവിടെ ഉപയോഗിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഡ്രില്ലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പഞ്ച് ചെയ്യണം. ആ പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പഞ്ചാണ് സെന്റർ പഞ്ച്. അങ്ങനെ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രില്ല് സ്റ്റാർട്ടാകാൻ, ആ ഡ്രില്ലിങ് സ്റ്റാർട്ടാകാൻ വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ആവും. അല്ലെങ്കിൽ നമ്മൾ ഡ്രില്ല് വെക്കുമ്പോൾ എന്ത് ചെയ്യും, അത് തെന്നിപ്പോവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഇനി അടുത്തത്,
വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു അസംബിൾ പിസ്റ്റൺ ടു സിലിണ്ടർ? ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് മാറിപ്പോകും. പിസ്റ്റൺ റിംഗ് റിമൂവർ ആണോ, പിസ്റ്റൺ റിംഗ് കംപ്രസർ ആണോ, കോയിൽ സ്പ്രിംഗ് കംപ്രസർ ആണോ, ടോർക്ക് റിംഗ് ആണോ? ഇത് നമുക്കറിയാം, ഇതെല്ലാം നമുക്കറിയാം. അതുപോലെ ഇതും എല്ലാം നമുക്കറിയാം. ഈ എയും ബിയും നമുക്ക് എന്ത് വരും? ഡൗട്ട് വരും. ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി ആണ്. പിസ്റ്റൺ റിംഗ് കംപ്രസർ ആണ്. എന്തുകൊണ്ടാണ്? പിസ്റ്റണെ സിലിണ്ടറിലേക്കാണ് വെക്കുന്നത്. സിലിണ്ടർ ഇങ്ങനത്തെ ഒരു സിലിണ്ടർ അല്ലേ, അതിലേക്ക് പിസ്റ്റണെ വെക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ പിസ്റ്റണെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ എന്തുണ്ടാവും? അതിന്റെ മുകളിൽ റിങ്ങുകൾ ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ തള്ളിയിട്ടുണ്ടാവില്ലേ, അതിനെ കംപ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പിസ്റ്റണെ ഈ സിലിണ്ടറിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തള്ളി നിൽക്കുന്ന റിങ്ങിന്റെ ഭാഗം എന്ത് ചെയ്യും? ഇവിടെ തടയും അല്ലേ? നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കി വരാം. കണ്ടില്ലേ? ഈ ചിത്രം നോക്കി നോക്കൂ നിങ്ങൾ. ചിത്രം നോക്കി നോക്കൂ. ഈ കാണുന്നതാണ് സിലിണ്ടർ. കണ്ടോ? ഈ കാണുന്നതാണ് സിലിണ്ടർ. ഈ സിലിണ്ടറിലേക്ക് ഈ പിസ്റ്റൺ ഇറക്കി വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിസ്റ്റന്റെ മുകളിൽ ഇരിക്കുന്ന ഫസ്റ്റ് രണ്ട് റിംഗ് ആയിട്ടുള്ള കംപ്രഷൻ റിങ്ങിനെയും പിന്നെ ഓയിൽ റിങ്ങിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കംപ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ പിസ്റ്റൺ ആ സിലിണ്ടറിലേക്ക് ഇറങ്ങിയിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ റിങ്ങിന്റെ ഭാഗം എന്ത് ചെയ്യും? ഇവിടെ വന്ന് ഇങ്ങനെ തടഞ്ഞു നിൽക്കും, അടിയിലേക്ക് ഇറങ്ങത്തില്ല. അതിന് ഉപയോഗിക്കുന്ന ടൂളാണ് പിസ്റ്റൺ റിംഗ് കംപ്രസർ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് മെഷർമെന്റ് ടൂൾ ഈസ് യൂസ്ഫുൾ ഫോർ ബോത്ത് ഇന്റേണൽ, എക്സ്റ്റേണൽ ആൻഡ് ഡെപ്ത് മെഷർമെന്റ്? ഇവക്കെല്ലാം വേണ്ടി ഉപയോഗിക്കുന്ന, നമുക്ക് ഇന്റേണൽ കാര്യങ്ങൾ അളക്കാം, എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അളക്കാം, അതുപോലെ ഡെപ്തും അളക്കാം. അപ്പൊ നമുക്കറിയാം അല്ലേ, സിമ്പിൾ ആയിട്ട് ആലോചിക്കുന്നത് നമുക്കറിയാം, വെർനിയർ കാലിപ്പർ ആണെന്ന് അറിയാം അല്ലേ. ഒരു എക്സ്റ്റേണൽ ജോ ഉണ്ടാവും, ഒരു ഇന്റേണൽ ജോ ഉണ്ടാവും, പിന്നെ ഒരു ഡെപ്ത് മെഷറിംഗ് ബാർ ഉണ്ടാവില്ലേ, ഇല്ലേ? ഒരു ഡെപ്ത് ബാർ ഉണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഉത്തരം വെർനിയർ കാലിപ്പർ ആണ്. ഡെപ്ത് ഗേജിൽ ഡെപ്ത് മാത്രമേ അളക്കാൻ പറ്റുള്ളൂ, ഇൻസൈഡ് മൈക്രോമീറ്റർ അല്ല, അത് ഇൻസൈഡ് അളവ് മാത്രമേ അളക്കാൻ പറ്റുള്ളൂ. ബോർ ഗേജും അല്ല, വെർനിയർ കാലിപ്പർ. സിമ്പിൾ ചോദ്യമാണ്, പക്ഷെ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിയാൽ എല്ലാം ഈ ബുക്കിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം പക്കാ സിലബസ് ബേസ്ഡ് ആണ്. കണ്ടോ? വെർനിയർ കാലിപ്പർ. വെർനിയർ കാലിപ്പർ നമ്മൾ ഈ അവസാനം നിൽക്കുന്ന ഭാഗം ഡെപ്ത് മെഷറിംഗ് ബ്ലേഡ്, അത് നമ്മൾ നമ്മുടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇത് നമുക്ക് ലിങ്കേജ് ഉണ്ടാവും. അപ്പൊ ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡെപ്ത് അളക്കാം. ഈ അളവ് എന്ത് ചെയ്യും? ഈ അളവാണ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കാണുക. ഓക്കെ ആണോ? അങ്ങനെ ഡെപ്ത് അളക്കാം. ഇനി ഈ രണ്ട് അറേഞ്ച്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റേണൽ മെഷർമെന്റ് ഇങ്ങനെ ഉപയോഗിക്കാം. ഇപ്പൊ ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ട് എന്ന് എഴുതിക്കോളൂ. ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ട്, അതിന്റെ ഉള്ളിൽ അളവ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? വേണ്ടോ? ഇങ്ങനെ ഇറക്കി വെച്ചാൽ പോലെ ഇതിന്റെ ഉള്ളിൽ അളവ് കിട്ടൂലേ? അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ സിലിണ്ടർ ഇങ്ങനെയാണെന്ന് എഴുതിക്കോ, അല്ലെങ്കിൽ വേറെ ഒരു കമ്പി എന്തെങ്കിലും ഉണ്ട് എഴുതിക്കോ, അത് ഇങ്ങനെ ഇറക്കി വെച്ചാൽ പോലെ. അതുകൊണ്ടാണ് ഈ വെർനിയർ കാലിപ്പർ നമുക്ക് ഇന്റേണൽ ആയിട്ട്, എക്സ്റ്റേണൽ ആയിട്ട്, ഡെപ്ത് മെഷറിങ്ങിന് എല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് ചോദിക്കാറുണ്ട്. ഇവിടെ 50 സ്കെയിൽ ഗ്രാജുവേഷൻ ആണ് പറയുന്നത്, സ്കെയിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് 0.02 mm ആണ് കേട്ടോ. mm ആണ്, മില്ലിമീറ്റർ ആണ്. നെക്സ്റ്റ് ചോദ്യം നോക്കി നോക്കാം. ആറാമത്തെ ചോദ്യം, പിച്ച് ഓഫ് സ്ക്രൂ ത്രെഡ് ഇൻ മൈക്രോമീറ്റർ. മൈക്രോമീറ്ററിൽ ഉള്ളിലൊരു സ്ക്രൂ ഉണ്ട് ഇല്ലേ? മൈക്രോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ തന്നെ എന്താണ്? ഈ നെറ്റ് ആൻഡ് സ്ക്രൂ, അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ ആ പിച്ച്, ആ ത്രെഡിന്റെ പിച്ച് ഏതാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം 0.5 mm ആണ് പിച്ച്. അതായത് ഒരു കറക്കം തിരിയുമ്പോൾ നമ്മുടെ ആ ത്രെഡിലേക്ക് 0.5 mm എന്ത് ചെയ്യും? അത് സ്ലൈഡ് ആവും. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കി വരാം. തൊട്ട് മുന്നിൽ തന്നെയാണ് ചോദിച്ചിരുന്നത്. എല്ലാം ഈ ബുക്കിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടോ? ഇതാണ് ത്രെഡ്. കണ്ടോ? ഇതാണ് നമ്മുടെ ത്രെഡ്. The main scale is graduated in half mm. Every fifth mm is shown by reading. The pitch of the screw thread is accurately maintained to half mm. കണ്ടോ? The pitch of the screw thread is accurately maintained to half mm. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ലീസ്റ്റ് കൗണ്ട് 0.01 mm ആണ്. 0.01 mm ആണ് ഇതിന്റെ ലീസ്റ്റ് കൗണ്ട്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. പിന്നെ മൈക്രോമീറ്ററിൽ ഇതിന്റെ പാർട്സ് ചോദിക്കാറുണ്ട് കേട്ടോ. ഗ്രാജുവേഷൻസ് എവിടെയാണ് അടയാളപ്പെടുത്തിയിരുന്നത് അങ്ങനെല്ലാം ചോദിച്ചു കണ്ടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റാച്ചറ്റ് സ്റ്റോപ്പ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതെല്ലാം ചോദിച്ചു കണ്ടിട്ടുണ്ട്. 7ാമത്തെ ചോദ്യം, വിച്ച് ഡ്രില്ലിംഗ് മെഷീൻ ഈസ് യൂസ്ഡ് ടു ഡ്രിൽ മൾട്ടിപ്പിൾ ഹോൾസ് ഇൻ വൺ സെറ്റിംഗ്? ഒരു സെറ്റിംഗിൽ മൾട്ടിപ്പിൾ ഹോൾസ് നമുക്ക് ഡ്രിൽ ചെയ്യാൻ കഴിയുന്നത് ഏതാണ്? റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ആണോ, പില്ലർ ഡ്രില്ലിംഗ് മെഷീൻ ആണോ, പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ ആണോ, ഹാൻഡ് ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻ ആണോ? നമുക്കറിയാലേ, ഹാൻഡ് ഓപ്പറേറ്റഡ് ആണെങ്കിൽ നമ്മൾ രണ്ടാമതൊരു ഹോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി പിടിക്കുക തന്നെ വേണം. അതുപോലെ തന്നെയാണ് പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീനും. അപ്പൊ അത് രണ്ടും എല്ലാം നമുക്കറിയാം. ബാക്കി ഓപ്ഷൻ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻ എയും ബിയും ആണ്. ഉത്തരം ഇവിടെ തന്നിട്ടുണ്ട്, റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ആണ്. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കി വരാം. ഒരു 3-4 ടൈപ്പ് ഗാംഗ്ലിംഗ് മെഷീൻ അങ്ങനത്തെ ഒരു 3 ഡ്രില്ലിംഗ് മെഷീൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഉപയോഗത്തിന് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ റേഡിയൽ മില്ലിംഗ് മെഷീൻ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി വരാം. ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീനിൽ സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്, പില്ലർ ഡ്രില്ലിംഗ് ഉണ്ട്, കോളം ഡ്രില്ലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റേഡിയം ആം ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്. ഇവര് പക്കാ ബുക്ക് എന്നാണ് എടുത്ത് ചോദിക്കുന്നത്. കണ്ടോ, ഈ ഒരു ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ, ദീസ് ആർ യൂസ്ഡ് ടു ഡ്രിൽ ലാർജ് ഡയാമീറ്റർ ഹോൾസ് ആൻഡ്, ഈ പോയിന്റ് ആണ് അവർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്, മൾട്ടിപ്പിൾ ഹോൾസ് ഇൻ വൺ സെറ്റിംഗ് ഓഫ് ദി വർക്ക്. അതിനു വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ആണ്. അതുപോലെ തന്നെ ഹെവി ആൻഡ് ലാർജ് വർക്ക് പീസിന് ഉപയോഗിക്കുന്നത് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ആണ്. ഇതാണ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ. കണ്ടോ, ഇതാണ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ. എന്തൊക്കെയാണ്? ലാർജ് ഡയാമീറ്റർ ഹോൾസിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഹോൾസ് ഒരേ ഒരു സെറ്റിംഗിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഹോൾസ് ആ വർക്ക് പീസിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഹെവി ആൻഡ് ലാർജ് വർക്ക് പീസിൽ ഡ്രിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും, റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കും. ഇനി ഇതെന്നൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, മാക്സിമം എത്ര വരെ ഉപയോഗിക്കുക, എത്ര ഡ്രില്ല് വരെ പോവാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. 12 mm സൈസുള്ള ബിറ്റാണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കുക. അത്രയും ഹോള് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അത്രയും വലിപ്പമുള്ള ഡയമീറ്ററിൽ ഹോൾ ഡ്രിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കുക. നെക്സ്റ്റ് ചോദ്യം നോക്കാം. മൾട്ടിമീറ്റർ ഈസ് ആൾസോ നോൺ ആസ്, നമുക്കറിയാം മൾട്ടിമീറ്റർ നമ്മൾ ഒരിക്കലും വോൾട്ടേജ് മീറ്റർ എന്ന് വിളിക്കില്ല, അമ്മീറ്റർ എന്ന് വിളിക്കില്ല. കാരണം മൾട്ടിമീറ്ററിൽ നമുക്ക് എല്ലാം അളക്കാം, വോൾട്ടേജും കറന്റും റെസിസ്റ്റൻസ് എല്ലാം നമുക്ക് അളക്കാം അല്ലെ. അതുകൊണ്ട് മൈക്രോമീറ്റർ എന്ന് ഒരിക്കലും മൾട്ടിമീറ്ററിനെ വിളിക്കത്തില്ല. ഓപ്ഷൻ ഡി, VOM മീറ്റർ ആണ്. VOM മീറ്റർ ആണ് നമ്മുടെ മൾട്ടിമീറ്ററിന്റെ വേറൊരു പേര്. അപ്പൊ അതും ഇതേ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കി വരാം. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. നോക്കിയാക്കോ, മൾട്ടിമീറ്റർ എന്താ, എന്തിനൊക്കെ ഉപയോഗിക്കും? കണ്ടോ, കറന്റ് അളക്കാന്, വോൾട്ടേജ് അളക്കാന്, റെസിസ്റ്റൻസ് അളക്കാന്. അതുകൊണ്ട് തന്നെ സം മാനുഫാക്ചേഴ്സ് കോൾ ദിസ് എ VOM മീറ്റർ. യൂസ്ഡ് ടു എന്തിനാ? VOM ന്റെ ഫുൾ ഫോം എന്താ? വോൾട്ട്, ഓം, മില്ലി അമ്മീറ്റർ. ഓക്കെ ആണോ? അപ്പോ VOM മീറ്റർ ആണ് മൾട്ടിമീറ്ററിന്റെ വേറൊരു പേര്. നെക്സ്റ്റ് ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം, വിച്ച് എൻജിൻ ഹാവിംഗ് ലോങ്ങർ ക്രാങ്ക് ഷാഫ്റ്റ്? നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് കണ്ടിട്ടില്ല, നമ്മളെ കണക്ടർ റോഡൊക്കെ വന്ന് നിൽക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും നീളം കൂടിയ അറേഞ്ച്മെന്റ് ഉള്ള ക്രാങ്ക് ഷാഫ്റ്റ് തന്നിരിക്കുന്നതിൽ ഏത് ടൈപ്പ് എൻജിൻ ആണെന്ന? V ടൈപ്പ്. നമുക്കറിയാം V ടൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ വലിപ്പം എന്ത് ചെയ്യും, കുറയും. കാരണം രണ്ട് സൈഡിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, 2 സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് വെക്കാം. റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ നമ്മളെ എയർപ്ലെയിനിലൊക്കെ ഉപയോഗിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റം ആണ്. അതിലൊക്കെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ വലിപ്പം വളരെ കുറവാണ്. അതുപോലെ ഓപ്പോസിറ്റ് എഞ്ചിൻ, ഇൻലൈൻ എഞ്ചിനാണ് നമ്മൾ പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് പഴയ ഉപയോഗിക്കുന്ന വണ്ടികളിൽ ഉപയോഗിക്കുന്ന ഇൻലൈൻ എഞ്ചിനിലാണ് നീളം കൂടുതൽ ഉണ്ടാവുക, എഞ്ചിന്റെ വലിപ്പം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതിനാണ്. നമുക്ക് അതിന്റെ ചിത്രം കൂടി ഒന്ന് നോക്കിയാൽ. 9ാമത്തെ ചോദ്യമാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻജിൻസ് കൊടുത്തിട്ടുണ്ട്. V ഉണ്ട്, ഓപ്പോസിറ്റ് ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്, റേഡിയൽ എഞ്ചിൻ ഉണ്ട്, വെർട്ടിക്കൽ എഞ്ചിൻ ഉണ്ട്. ആദ്യം തന്നെ കണ്ടില്ലേ, ഇൻലൈൻ എഞ്ചിൻ. ഓരോ സിലിണ്ടറും ഒരു ലൈനിലായിട്ട് അറേഞ്ച് ചെയ്യുന്ന എഞ്ചിൻ നമ്മൾ എന്ത് വിളിക്കും? ഇൻലൈൻ എഞ്ചിൻ എന്ന് വിളിക്കും. അപ്പൊ ഇതിൽ 4 സിലിണ്ടർ ഉണ്ട് കേട്ടോ. ആ 4 സിലിണ്ടർ നമ്മൾ എന്ത് ചെയ്യും, കണക്ടർ റോഡും എല്ലാം വെച്ചിട്ട് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് വെക്കും. ഓരോന്നിനും കൗണ്ടർ വെയിറ്റും എല്ലാം കൊടുക്കും. അപ്പൊ അതിന്റെ നീളം എന്ത് ചെയ്യും, നീളം എന്തായാലും കൂടും. ഇത്രയും നീളം ഉണ്ടാവും. പക്ഷെ V ഷേപ്പ് ആണെങ്കിൽ എന്താ, കണ്ടോ,
ഈ 60 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യാം, 2 സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് വെക്കാം. അപ്പോൾ ഈ 4 സിലിണ്ടർ ഈ വി ഷേപ്പിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി വലിപ്പേ വേണ്ടി വരുള്ളൂ. മനസ്സിലായോ? കാരണം 2 ഒരേ ഷേപ്പിലാണ് വെക്കുന്നത് കേട്ടോ. ഈ ഒരു പൊസിഷനിൽ ക്രാങ്ക്ഷാഫ്റ്റ് ഈ ഒരു പൊസിഷനിലാണ് ഒരു സിലിണ്ടർ ഇങ്ങനെയും 60 ഡിഗ്രി വ്യത്യാസപ്പെട്ട് ഇങ്ങനെയും നിൽക്കുന്നത്. അപ്പൊ 4 സിലിണ്ടർ ഉണ്ടെങ്കിൽ ഏകദേശം കണ്ടോ, ഇത് ഈ വലിപ്പേ വരത്തുള്ളൂ. ഇതിൽ കണ്ടോ ഇത്രയും വലിപ്പമുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഒപ്പോസിറ്റ് പറയുമ്പോൾ ഇങ്ങനെയാ വരിക കേട്ടോ. അതിനും വലിപ്പം കുറവായിരിക്കും. കാരണം ഒരു സിലിണ്ടറിന്റെ അതേ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറെ സിലിണ്ടർ പിസ്റ്റണും കൂടി വെക്കാം. അതുകൊണ്ടും അതിന്റെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ വലിപ്പം എന്ത് ചെയ്യും, ക്രാങ്ക് ഷാഫ്റ്റിന്റെ വലിപ്പം കുറയും. ഇനി റേഡിയൽ എഞ്ചിൻ കണ്ടോ, റേഡിയൽ എഞ്ചിന് വി ഷേപ്പിൽ 2 സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ റേഡിയൽ എഞ്ചിനിൽ എത്ര ഉണ്ടാവും, 4 ഉണ്ടാവും. 4 പിന്നെ കുറെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മള് എയറോപ്ലെയിനിലൊക്കെ 4-നെക്കാട്ടിലും കൂടുതൽ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ വലിപ്പമുള്ള അറേഞ്ച്മെന്റ് ഏതാണ്? ഇൻലൈൻ എഞ്ചിനാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 10ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് എഞ്ചിൻ ഹാവിംഗ് ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൽവ് അറേഞ്ച്ഡ് ഇൻ സിലിണ്ടർ ബ്ലോക്ക്? സിലിണ്ടർ ബ്ലോക്കിൽ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹൈ ഹെഡ് എന്നാണോ, എഫ് ഹെഡ് എന്നാണോ, എൽ ഹെഡ് എന്നാണോ, അതോ ഓവർ ഹെഡ് ക്രാങ്ക് ഷാഫ്റ്റ് എഞ്ചിൻ എന്നാണോ വിളിക്കുക? ഈ ഓവർ ഹെഡ് ക്രാങ്ക് ഷാഫ്റ്റ് എഞ്ചിൻ അല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓവർ ഹെഡിലെ വെക്കുക, സിലിണ്ടറിന്റെ ഏറ്റവും മുകളിലെ ടോപ്പിലെ വെക്കുക. ഇവിടെ എന്താ പറയുന്നത്? സിലിണ്ടർ ബ്ലോക്ക് എന്നാ പറയുന്നത്. ഇത് കൃത്യമായിട്ട് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, സിലിണ്ടർ ബ്ലോക്ക് എന്നുള്ള ഇത് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ തെറ്റി പോകും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇതിന്റെ ചിത്രം ഒന്ന് കണ്ടുവരാം. ഉത്തരം ഏതാണ്? എൽ ഹെഡ് എഞ്ചിനാണ്. അത് ചിത്രം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. 10ാമത്തെ ചോദ്യമാണ്. എല്ലാം ഇതേ ബുക്കിൽ നിന്നാണ് വരുന്നത്, അതാണ് വേറെ രസം. ഓക്കെ, നോക്കി നോക്കാം. സിലിണ്ടർ ഹെഡ് കൊടുത്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സിലിണ്ടർ ഹെഡ്: എൽ ഹെഡ് ഉണ്ട്, ഐ ഹെഡ് ഉണ്ട്, എഫ് ഹെഡ് ഉണ്ട്, ടി ഹെഡ് ഉണ്ട്. നമ്മളെല്ലാവരും പഠിച്ചതാണ്. അതിൽ ആദ്യം നമുക്ക് എൽ ഹെഡ് ഒന്ന് നോക്കി വരാം. എൽ ഹെഡ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഇവിടെയാണ് വരിക. വാൽവ് കണ്ടോ എവിടെ വരുന്നത്? നമ്മുടെ സിലിണ്ടറിന്റെ ബ്ലോക്കിലാണ് വാൽവ് വരുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഇതിന്റെ ഉത്തരം എൽ ഹെഡ് ആയിട്ട് എടുക്കുന്നത്. ഇനി ഇതിന്റെ വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ ഹെഡ് ഒന്ന് നോക്കി വെക്കാം. കണ്ടോ, ഹൈ ഹെഡ് കണ്ടോ, പൊപ്പറ്റ് വാൽവ് നേരെ എവിടെ കൊടുക്കുന്നത്? സിലിണ്ടർ ഹെഡിലാണ് കൊടുക്കുന്നത്. ഇത് സിലിണ്ടർ ബ്ലോക്കിലാണ് കൊടുക്കുന്നത്. ഇനി എഫ് ഹെഡ് ആണെങ്കിലോ, ഒന്ന് എവിടെ ആയിരിക്കും? ഒന്ന് മുകളിലും ഒന്ന് സിലിണ്ടർ ബ്ലോക്കിലും ആയിരിക്കും. ഓക്കെ ആണോ? ഏതായിരിക്കും വരിക? ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻലെറ്റ് വാൽവ് ആർ ലൊക്കേറ്റഡ് ഓൺ വൺ സൈഡ് ഓഫ് ദി സിലിണ്ടർ ഹെഡ് ആൻഡ് എക്സോസ്റ്റ് വാൽവ് ആർ ലൊക്കേറ്റഡ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദി സിലിണ്ടർ ബ്ലോക്ക്. കണ്ടോ, എക്സോസ്റ്റ് വാൽവ് സിലിണ്ടർ ബ്ലോക്കിലും ഇൻലെറ്റ് വാൽവ് സിലിണ്ടർ ഹെഡിലും കൊടുക്കും. ഇനി ഈ ഹെഡിലാണെങ്കിലോ, രണ്ടും സിലിണ്ടർ ബ്ലോക്കിലാണ് കൊടുക്കുക. ടി ഹെഡ് ആണെങ്കിൽ രണ്ടും സിലിണ്ടർ ബ്ലോക്കിലാണ് കൊടുക്കുക. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എല്ലും ടിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ ഇതിൽ ടി ഹെഡ് അവർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എൽ ഹെഡ് ആണ് ഉത്തരം. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എൽ ഹെഡ് അല്ലെങ്കിൽ ടി ഹെഡ്, ആ രണ്ട് ഓപ്ഷനിലും ബോത്ത് എ ആൻഡ് ബി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? എൽ ഹെഡും ടി ഹെഡിലും എവിടെ വരിക? എക്സോസ്റ്റ് വാൽവും ഇൻലെറ്റ് വാൽവും സിലിണ്ടർ ബ്ലോക്കിലാണ് വരിക. അപ്പൊ ആ ചിത്രങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. നമ്മുടെ ടി ഹെഡ് ആണെങ്കിൽ രണ്ടും കണ്ടോ, സിലിണ്ടർ ബ്ലോക്കിലാണ് വരിക. ഓക്കെ ആണോ? പിന്നെ എൽ ഹെഡ് ആണെങ്കിലോ ഇവിടെ തന്നെയാണ് വരിക, സിലിണ്ടർ ബ്ലോക്കിലാണ് വരിക. ഐ ഹെഡ് ആണെങ്കിൽ രണ്ടും സിലിണ്ടർ ഹെഡിലാണ് വരിക. എഫ് ഹെഡ് ആണെങ്കിൽ ഒന്ന് സിലിണ്ടർ ഹെഡിലും എക്സോസ്റ്റ് വാൽവ് സിലിണ്ടർ ബ്ലോക്കിലും നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി 11ാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ ബോർ? നമുക്ക് ഒരുപാട് വാക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് വേർഡ്സ്, ടെർമിനോളജി, എഞ്ചിൻ ടെർമിനോളജി നമ്മൾ ആദ്യമായിട്ട് പഠിക്കൂലേ? അപ്പൊ എന്താണ് ബോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ ഡയാമീറ്റർ നമ്മൾ എന്ത് വിളിക്കും? ബോർ എന്ന് വിളിക്കും. എന്താണ് സ്ട്രോക്ക്, എന്താണ് ക്രാങ്ക്, എന്താ സ്ട്രോക്ക് ലെങ്ത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും ഇതേ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യമാണ്. എന്താണ് സ്ട്രോക്ക്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ടി ഡി സി ടു ബി ഡി സി, അല്ലെങ്കിൽ നേരെ തിരിച്ചും നമുക്ക് പറയാം, ബി ഡി സി ടു ടി ഡി സി നമ്മൾ എന്ത് വിളിക്കും?
സ്ട്രോക്ക് എന്ന് വിളിക്കും. ഇനി സെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് വോളിയം ഓഫ് എ പിസ്റ്റൺ നമ്മൾ എന്ത് വിളിക്കും? സെപ്റ്റ് വോളിയം എന്ന് വിളിക്കും. ക്ലിയറൻസ് വോളിയം എന്തിനാ കൊടുത്തിരുന്നതെന്നും എന്താണ് ക്ലിയറൻസ് വോളിയം എന്നും എല്ലാം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ക്ലിയറൻസ് വോളിയത്തിന് വി സി എന്ന് വിളിക്കും കേട്ടോ. ഈ കംപ്രഷൻ റേഷ്യോന്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഈ ഈ ഒരു പേജിൽ നിന്ന് ത്രോ എന്താ കണ്ടോ? ത്രോ ഉണ്ടല്ലേ? Crank throw. It is the distance between the center of the crank pin to the center of the main channel. The piston stroke is double the throw. ഇവിടുന്ന് എല്ലാ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയറിംഗ് മോഡൽ എന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ വിച്ച് ടൈം യൂസ് ടു എക്സ്പ്രസ് എൻജിൻ എഫിഷ്യൻസി. എൻജിൻ എഫിഷ്യൻസി ആട്ടോ. ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തെറ്റിപ്പോവും. എൻജിൻ എഫിഷ്യൻസി എന്നാണ്. അപ്പൊ എഫിഷ്യൻസി നമുക്ക് അറിയാം അല്ലെ? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തു, ആ ഇൻപുട്ടിൽ നിന്ന് ഉപയോഗപ്പെടുത്തി നമുക്ക് എത്രത്തോളം ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പൊ ആ ഇൻപുട്ട് ബൈ ഔട്ട്പുട്ട്, അതുകൊണ്ട് തന്നെ അത് പെർസെന്റേജിലാണ് നമുക്ക് പറയാം അല്ലെ? ഇൻപുട്ടായിട്ട് നമ്മൾ എന്തൊക്കെ വർക്ക് കൊടുക്കും? നമ്മൾ എഞ്ചിന്റെ കേസിലാണെങ്കിൽ എന്താ കൊടുക്കുക? നമ്മളെ ഫ്യൂവലാണ് കൊടുക്കുക. ഫ്യൂവലിലെ കെമിക്കൽ എനർജിനെ നമ്മൾ ഹീറ്റ് എനർജി ആക്കി മാറ്റും. ആ ഹീറ്റ് എനർജി നമ്മളെ സിലിണ്ടർ പിസ്റ്റനെ കണക്ടർ റോഡിലൂടെ എല്ലാം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? നമുക്ക് അതിൽ നിന്ന് മെക്കാനിക്കൽ എനർജി ആയി കിട്ടും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ പെട്രോളിന്റെ ആ കെമിക്കൽ എനർജിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഔട്ട്പുട്ട് കിട്ടുന്നു, അതാണ് നമ്മൾ പെർസെന്റേജിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ ആണോ? 13ാമത്തെ ചോദ്യം, വിച്ച് പിസ്റ്റൺ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ടു സ്ട്രോക്ക് എഞ്ചിൻ. നമ്മളെ ടു സ്ട്രോക്ക് ബൈക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ പുക തോപ്പുന്ന ആക്സിഡന്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അതിൽ ഉപയോഗിക്കുന്ന പിസ്റ്റൺ ഏതാണെന്ന് ചോദിക്കുന്നത്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും കൺഫ്യൂഷനിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഫ്ലാറ്റ് ഹെഡ് പിസ്റ്റൺ ആണോ, ഡോംഡ് ഹെഡ് പിസ്റ്റൺ ആണോ, കോൺകേവ് ആണോ, ഇറഗുലർ ആണോ? അപ്പൊ ടു സ്ട്രോക്കിൽ നമ്മൾ സ്കാവെഞ്ചിങ് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയൊക്കെ പഠിച്ചിട്ടുണ്ടില്ലേ? സ്കാവെഞ്ചിങ് നമ്മൾ എക്സോസ്റ്റ് വാതകത്തിന്റെ കംപ്ലീറ്റ് പുറന്തള്ളാൻ ഉപയോഗിക്കുന്ന സ്കാവെഞ്ചിങ് ആണ് പരിപാടി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിന് വേണ്ടി സഹായിക്കുന്ന തരത്തിലുള്ള ഷേപ്പിലുള്ള ഒരു പിസ്റ്റൺ വിളിക്കുന്ന നമ്മളൊരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഡോംഡ് ഹെഡ് പിസ്റ്റൺ അല്ലെ? ആ ഷേപ്പ് കാരണം നമുക്ക് എന്ത് ചെയ്യും? എക്സോസ്റ്റ് എന്ത് ചെയ്യും? പെട്ടെന്ന് ആ സിലിണ്ടറിന്റെ ഉള്ളിൽ നിന്ന് എക്സോസ്റ്റിനെ നമുക്ക് പുറത്ത് കളയാം അല്ലെ? അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ ഡോംഡ് ഹെഡ് പിസ്റ്റൺ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ആ ചിത്രം ഒന്ന് കണ്ടുവരാം. 13ാമത്തെ ചോദ്യമാണ്. പിസ്റ്റന്റെ കാര്യങ്ങൾ. ഫസ്റ്റ് ഫ്ലാറ്റ് ഹെഡ് അല്ലെ? സിമ്പിൾ ആണ് അല്ലെ? കൺസ്ട്രക്ഷൻ സിമ്പിൾ ആണ്. എവിടെയാണ്? ഡീകാർബണൈസിങ് ഒക്കെ ഈസിയാണ്. ഡീകാർബണൈസിങ് ഒക്കെ ഈസിയാണ്. കാരണം എന്താ? ഇത്രയും ഭാഗത്തുനിന്ന് ഡീകാർബണൈസ് ചെയ്താൽ മതി അല്ലെ? സിമ്പിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഡോംഡ് ഹെഡ് പിസ്റ്റൺ കണ്ടോ? ഇറ്റ് ഹാസ് എ പ്രൊജക്ഷൻ ഷേപ്ഡ് ലൈക്ക് എ ഡോം ഓൺ ദി ഗ്രൗണ്ട്. അതിന്റെ മുകൾ ഭാഗത്ത് നിന്നുണ്ടാവും ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. പിന്നെ അതുകൊണ്ട് തന്നെ ദി ഡോം ആക്ട് ആസ് എ ഡിഫ്ലക്ടർ ആൻഡ് ഹെൽപ് ടു മേക്ക് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് എയർ ആൻഡ് ഫ്യൂവൽ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ, നെക്സ്റ്റ് സെന്റൻസ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടു സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിൻ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മാനുഫാക്ചർ കമ്പയർഡ് ടു ഫ്ലാറ്റ് ഹെഡ്. കാരണം അങ്ങനെ ഷേപ്പ് ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ? മാനുഫാക്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കണ്ടോ? ഇതിനെ നമ്മൾ ഡോം ഹെഡ് എന്ന് വിളിക്കും, ഇതിനെ നമ്മൾ ഡോം ഹെഡ് എന്ന് വിളിക്കും കേട്ടോ. രണ്ടും ശരിയാണ്. കണ്ടോ? ഡോം ഹെഡ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ശരിയാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? നല്ല ഹോമോജിനിയസ് ആയിട്ടുള്ള മിക്സർ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്കാവെഞ്ചിനൊക്കെ സഹായിക്കും. പക്ഷെ മാനുഫാക്ചർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ടു സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന പിസ്റ്റന്റെ ഷേപ്പ് അപ്പോ ഡോംഡ് ഹെഡ് പിസ്റ്റൺ ആണ്. ക്വസ്റ്റ്യൻ 14. ദി എഞ്ചിൻ ഡസ് നോട്ട് റിക്വയർ വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം. വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം വേണ്ടാത്ത എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാൽവ് വേണ്ടാത്ത എഞ്ചിനല്ല, വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം വേണ്ടാത്ത എഞ്ചിന് തന്നിരിക്കുന്നതിൽ ഏതാണ്? സിമ്പിൾ ആയിട്ട് അറിയാം അല്ലെ? ഫോർ സ്റ്റോക്ക് പെട്രോൾ എഞ്ചിനിൽ നമ്മൾ ഉപയോഗിക്കും, അപ്പൊ അതെല്ലാം നമുക്കറിയാം. ഫോർ സ്റ്റോക്ക് ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കും, അതും എല്ലാം അറിയാം. സി എഞ്ചിൻ ഡീസൽ എഞ്ചിൻ നമ്മൾ ഉപയോഗിക്കും. ഓപ്ഷൻ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യം അറിയാന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിൽ നമ്മൾ വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം ഉപയോഗിക്കുന്നില്ല. കാരണം എന്താ? അത് പിസ്റ്റന്റെ ചലനം കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ആ വാൽവിനെ കവർ ചെയ്യുകയും ചെയ്യും, അൺകവർ ചെയ്യുകയും ചെയ്യും. നമുക്ക് അതിന്റെ ചിത്രം ഒന്ന് കണ്ടുവരിക. ചിത്രം നമുക്ക് ഇവിടെ വരക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ സമയം പിടിക്കുന്ന രീതിയിലാണ്. 14ാമത്തെ ചോദ്യം. എല്ലാം ഇതേ ബുക്കിൽ നിന്നാട്ടോ. കണ്ടോ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാൽവ് ഈ വാൽവാണ്. പക്ഷെ ഇത് വാൽവ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മെക്കാനിസവും നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ? ഈ പിസ്റ്റൺ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വാൽവ് കണ്ടോ തുറയും, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? അടയും. സിമ്പിൾ ലോജിക്കും സിമ്പിൾ മെക്കാനിസവും ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വാൽവാണ് നമ്മൾ ഉപയോഗിക്കുക. പോപ്പറ്റ് വാൽവ് ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. പോപ്പറ്റ് വാൽവ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം കൊടുക്കണം.
നമുക്കറിയാം പുഷ് റോഡ്, പിന്നെ അഡ്ജസ്റ്റ്മെന്റ് നട്ട്, ഇങ്ങനത്തെ 2-3 വാല്യൂ പറ്റി മെക്കാനിക്സ് അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ഇനി 15ാമത്തെ ചോദ്യം, കമ്പസ്റ്റൻ ടേക്ക് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ നമ്മൾ കമ്പസ്റ്റ് നടക്കുന്ന എഞ്ചിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് നമുക്കറിയാം. പെട്രോൾ എഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കും? കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എഞ്ചിൻ എന്ന് വിളിക്കും. അതുപോലെ ഡീസൽ എഞ്ചിനെ നമ്മൾ വിളിക്കും കോൺസ്റ്റന്റ് പ്രഷർ എഞ്ചിൻ എന്ന് വിളിക്കും. ഓപ്ഷൻ ഏതാണ്? എ ആണ്. അപ്പൊ അതിന്റെ ചിത്രം നമുക്ക് നോക്കിയാൽ കണ്ടില്ലേ? ഇതില് ഇങ്ങനെ വരച്ചിട്ടുള്ളത് പ്രഷറിന്റെ ലൈനാണ്. എക്സ് ആക്സിസും വൈ ആക്സിസും കേട്ടോ. ഇങ്ങനെ വരച്ചിട്ടുള്ളത് വോളിയാണ്. ഇതിലെ ഈ പ്രോസസ് കണ്ടോ? പ്രോസസ്സിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 to 2 എന്താണ്? സക്ഷൻ ആണ്. 1 to 2 സക്ഷൻ ആണ്. ഉള്ളിലേക്ക് എന്തെടുക്കും? നമ്മൾ പെട്രോൾ എഞ്ചിൻ ആകുമ്പോൾ എന്തെടുക്കും? എയറും ഫ്യൂലും പാടെ സക്ക് ചെയ്തെടുക്കും. എന്നിട്ട് 2 to 3 അതിനെന്ത് ചെയ്യും? പിസ്റ്റന്റെ മൂവ്മെന്റ് കാരണം കംപ്രസ് ചെയ്യും. ഈ 2 to 3 എന്താണ്? കംപ്രഷൻ ആണ്. അടുത്തതാണ് എന്ത്? കത്തല് അല്ലെ? ഹീറ്റ് അഡീഷൻ. നമ്മൾ സ്പാർക്ക് കൊടുക്കുന്നത് കണ്ടോ? അത് ഇവിടെയാണ്. ഇങ്ങനത്തെ വരെയാണ്. ഇതെന്താണ്? വോളിയാണ്. അപ്പൊ വോളി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വോളി അനങ്ങുന്നില്ല. അങ്ങനത്തെ സൈക്കിളിൽ നമ്മൾ എന്ത് ചെയ്യും? കത്തിക്കണതിന് നമ്മൾ എന്ത് വിളിക്കും? പെട്രോൾ സൈക്കിൾ എന്ന് വിളിക്കും. 45 ഏതാണ്? പവർ സ്ട്രോക്ക് ആണ്. ഈ ഡീസൽ സൈക്കിൾ ഒന്ന് നോക്കി നോക്കൂ. ഡീസൽ സൈക്കിൾ നേരെ തിരിച്ചാണ്. ഇത് പ്രഷർ തന്നെയാണ്. എക്സ് ആക്സിസ് വോളിയം തന്നെയാണ്. ഇതിൽ കണ്ടോ? സെയിം തന്നെ. 1 to 2 എന്താ? സക്ക് ചെയ്യും. 2 to 3 ഇതെല്ലാം സെയിം തന്നെ. എന്താ? കംപ്രഷൻ ചെയ്യും. സക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യാം? നമ്മൾ ഏതിനെടുക്കുക? എയറിനെ മാത്രമേ എടുക്കുകയുള്ളൂ അല്ലെ? ഈ 3 to 4 നമ്മളെ കോൺസ്റ്റന്റ് പ്രഷറിലാണ് എന്ത് ചെയ്യുക? ഇവിടെ കത്തൽ കമ്പസ്റ്റൻ നടക്കുക. എസ് ഐ സൈക്കിൾ ഇതാണ്. ഓട്ടോ സൈക്കിൾ നമ്മൾ വിളിക്കും. എസ് ഐ സൈക്കിൾ പെട്രോൾ എഞ്ചിൻ എന്നൊക്കെ വിളിക്കും. ഇതിനെ നമ്മൾ CI എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡീസൽ സൈക്കിൾ എന്നൊക്കെ വിളിക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കി നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് വാൽവ് ഈസ് യൂസ്ഡ് ഇൻ SI എഞ്ചിൻ? SI എഞ്ചിനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റോട്ടറി വാൽവ് ആണോ, സ്ലീവ് ആണോ, ബട്ടർഫ്ലൈ ആണോ, പോപ്പറ്റ് വാൽവ് ആണോ? നമുക്കറിയില്ല. പോപ്പറ്റ് വാൽവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടോളൂ. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം. 16ാമത്തെ ചോദ്യം, പോപ്പറ്റ് വാൽവ് നമ്മൾ ഉപയോഗിക്കും, റോട്ടറി വാൽവ് ഉപയോഗിക്കും, സ്ലീവ് വാൽവ് ഉപയോഗിക്കും, റീഡ് വാൽവ് ഉപയോഗിക്കും. പക്ഷെ നമ്മൾ 4 സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിനിൽ, SI എഞ്ചിൻ ആയിക്കോട്ടെ, ഡീസൽ എഞ്ചിൻ ആയിക്കോട്ടെ, നമ്മൾ ഇങ്ങനത്തെ വാൽവ് ഉപയോഗിക്കുക, പോപ്പറ്റ് വാൽവ് ഉപയോഗിക്കുക അല്ലെ കേട്ടോ. ഇതൊക്കെ എന്താന്ന് നമുക്ക് അറിയാം അല്ലെ? നമ്മളെ റിട്ടേൺ സ്പ്രിങ്, അതുപോലെ ഇതിന്റെ വാൽവ് സ്റ്റെമ്മ് എല്ലാം നമുക്ക് ഇതെല്ലാം പഠിക്കണം കേട്ടോ. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുക. ഇനി റീഡ് വാൽവ് നമ്മൾ എവിടെ ഉപയോഗിക്കുക? നമ്മൾ കണ്ടു. റീഡ് വാൽവ് നമ്മൾ എവിടെ ഉപയോഗിക്കുക? നമ്മളെ 2 സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിനിലാണ്. പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കവർ ചെയ്യാനും അൺകവർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെക്കാനിസം ആണ് ഈ മെക്കാനിസം. അടുത്ത ചോദ്യം നോക്കാം. 17ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് സിലിണ്ടർ ലൈനർ ഹാവ് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് കൂളന്റ്? നമ്മൾ സിലിണ്ടർ ഉണ്ട്. ഈ സിലിണ്ടറിന്റെ ലൈനർ കൂളന്റ് ഇവിടെ ഉണ്ടാവില്ലേ? കൂളിംഗ് വാട്ടർ അല്ലെങ്കിൽ ആ കൂളന്റ്, എഞ്ചിൻ കൂളന്റ് ഇവിടെ ഉണ്ടാവും. ഇതിനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? നമുക്കറിയാലേ, അത് പെട്ടെന്ന് നനയൂലേ? അതിനെ വെറ്റ് ലൈനർ എന്ന് വിളിക്കും. പിന്നെ ഡ്രൈ ലൈനർ ഏതാ? അത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. ഈ വെറ്റ് ലൈനറിന് ഒരുപാട് ദോഷമുണ്ട്. കാരണം പെട്ടെന്ന് തുരുമ്പിടിക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. നമുക്ക് നോക്കി നോക്കാം. പേജ് നമ്പർ എല്ലാം ഇതേ ബുക്ക് എന്നുള്ളതാണ്. ഈ ഡ്രൈ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിലിണ്ടർ ലൈനും തൊട്ടടുത്ത ബ്ലോക്കും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല കണ്ടോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ഹോൾസ് ഒക്കെ ഡ്രിൽ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുക? നമ്മൾ കൂളന്റ് കൊടുക്കുക. അപ്പൊ ഈ മെറ്റൽ കോണ്ടാക്റ്റിലൂടെ എന്ത് ചെയ്യും? ഈ കൂളിംഗ് വാട്ടറിലേക്ക് എന്ത് ചെയ്യും? അല്ലെങ്കിൽ കൂളന്റിലേക്ക് എന്ത് ചെയ്യും? ഹീറ്റ് എത്തും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? റേഡിയേറ്റർ ഉപയോഗിച്ചിട്ട് അതിനെ തണുപ്പിക്കും. പക്ഷെ വെറ്റ് ടൈപ്പില് പെട്ടെന്ന് കൂളാവും. കാരണം എന്താ? ഡയറക്റ്റ് ആയിട്ട് എവിടെ കൊടുക്കുന്നത്? ഈ സിലിണ്ടർ ലൈനറിന്റെ തൊട്ടടുത്താണ് കൂളിംഗ് ജാക്കറ്റ് ഉള്ളത്. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഈ ഹീറ്റ് എന്ത് ചെയ്യും? നേരെ ഇങ്ങോട്ട് വരും. ഇനി അതുകൊണ്ട് തന്നെ ഇതിന്റെ മെറ്റീരിയൽ പെട്ടെന്ന് തുരുമ്പിടിക്കാതിരിക്കാനുള്ള മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കും. നൈട്രൈറ്റ് കാസ്റ്റ് അയൺ, ക്രോമിയം കോട്ടഡ് അലോയ് സ്റ്റീൽ അല്ലെങ്കിൽ നൈട്രൈറ്റ് സ്റ്റീൽ ഒക്കെയാണ് നമ്മൾ പെട്ടെന്ന് തുരുമ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ബിയറിംഗ് ഈസ് യൂസ്ഡ് ഇൻ ക്രാങ്ക് ഷാഫ്റ്റ് ജേർണൽ? എല്ലാവർക്കും അറിയാം അല്ലെ? എന്ത് ടൈപ്പ് ഉപയോഗിക്കുക? നമ്മൾ ഷെൽ ടൈപ്പ് ആണ് ഉപയോഗിക്കുക. ക്രാങ്ക് ഷാഫ്റ്റ് ജേർണലില് നമ്മളെ കണക്ടർ ബോർഡായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ബിയറിംഗ് ആണ് ഷെൽ ടൈപ്പ് ബിയറിംഗ്.
റോളർ അല്ല, ബുഷ് അല്ല, നീഡിലല്ല. ഇങ്ങനത്തെ ഷെൽ ടൈപ്പ് ബിയറിംഗ് കണ്ടില്ലേ, ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുക, ക്രാങ്ക് ഷാഫ്റ്റ് ബിയറിംഗിൽ ഉപയോഗിക്കുക. ഇത് സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ചോദ്യം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ 19. ദി ഡിഫറൻസ് ബിറ്റ്വീൻ മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ് ഓഫ് സിലിണ്ടർ ഈസ് നോൺ ആസ്. നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലേ, എന്ത് വിളിക്കും അതിന്? ഒവാലിറ്റി, ടാപ്പർനെസ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ അതിനെ നമ്മൾ ഒവാലിറ്റി എന്ന് വിളിക്കുക കേട്ടോ. ഇവിടെ ഇങ്ങനെ കോണായിട്ട് വരും, ചെറിയ ഒരു വ്യത്യാസം ഉണ്ടാവും, അതിനെ നമ്മൾ വിളിക്കും ഒവാലിറ്റി എന്ന് വിളിക്കും. 20ാമത്തെ ചോദ്യം. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ടൈറ്റൻ സിലിണ്ടർ ഹെഡ് ബോൾട്ട്? സിലിണ്ടർ ഹെഡ് ബോൾട്ട് നമ്മൾ എന്ത് ടൈറ്റ് ആണ് നമ്മൾ മാക്സിമം എന്താ ഉപയോഗിക്കുക? നമ്മൾ ടോർക്ക് റിഞ്ച് ആണ് ഉപയോഗിക്കുക. അതിലെ ടോർക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ടോർക്ക് റിഞ്ച് ആണ് നമ്മൾ ഉപയോഗിക്കുക. 21ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ലോ ഓയിൽ പ്രഷർ? ലോ ഓയിൽ പ്രഷർ നമ്മൾ എങ്ങനെയാണ് കാണിക്കുക? ആ ഓയിൽ ഗേജ് ഉണ്ടാവുമല്ലോ, ഓയിൽ ഗേജ്, ഇങ്ങനെ ഒരു ഗേജ് ഉണ്ടാവും. ഇവിടെ ഓയിലിന്റെ പ്രഷർ എന്ത് ചെയ്യും? ഇതിനെ പോയിട്ട് സ്പ്രിങ്ങിനെ അമർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു വാൽവിനെ അമർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? അതിനെ റെസിസ്റ്റൻസ് ആക്കി മാറ്റിയിട്ട് ഒരു വോൾട്ടേജ് സിഗ്നൽ ആക്കി മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഗേജ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യും. ലോ ആണോ, മീഡിയം ആണോ, ഹൈ ആണോ ഒക്കെ. അപ്പോൾ ലോ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? വാണിംഗ് കിട്ടും. അതുപോലെ തന്നെ ഹൈ ആണെങ്കിൽ നമുക്ക് വാണിംഗ് കിട്ടും. അപ്പൊ ഈ ലോ ഓയിൽ പ്രഷറിന് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ അങ്ങോട്ട് തള്ളാൻ, ഇങ്ങോട്ട് ഓയിലിന്റെ തള്ളൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കാണിക്കുക? ഓയിൽ പ്രഷർ ലോ ആണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ ഓയിൽ ലീക്കേജ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഇതൊന്നും ഒരുപാട് ഓയിൽ മിസ്സാവൂലേ, അതൊരു കാരണമാണ്. ഹൈ ഓയിൽ ലെവൽ ആണെങ്കിൽ എന്താ ഉണ്ടാവുക? ഹൈ ഓയിൽ പ്രഷർ കാണിക്കുക. ഇനി ക്ലോഗ്ഡ് എയർ ഫിൽറ്റർ ആണ്, ഇവിടെ എയർ ഫിൽറ്റർ ആണ് കേട്ടോ, അത് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും ബാധിക്കില്ല. ഇനി ഹൈ ഗ്രേഡ് ഓയിൽ യൂസ് ചെയ്താൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും ലോ ഓയിൽ പ്രഷർ ഒന്നും കാണിക്കത്തില്ല. അപ്പൊ ഓപ്ഷൻ ഏതാണ്? എ ആണ് കറക്റ്റ് ആൻസർ. ഓയിൽ ലീക്കേജ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് കാണിക്കും? ലോ ഓയിൽ പ്രഷർ നമ്മളെ ഗേജിൽ കാണിക്കും. ഇനി 22ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ലോ പവർ ജനറേഷൻ ഇൻ എഞ്ചിൻ? നമ്മുടെ എഞ്ചിനിൽ പവർ വളരെ കുറച്ചാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതിന് കാരണം എന്താ? ക്ലച്ച് സ്ലിപ്പ് ആവുകയാണെങ്കിൽ നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ, നമുക്ക് ട്രാൻസ്മിഷനിലേക്ക് പോകുമ്പോഴേ പ്രശ്നം ഉണ്ടാവുള്ളൂ. എഞ്ചിനിൽ പവർ ജനറേറ്റ് ചെയ്യുന്നതിന് ക്ലച്ച് സ്ലിപ്പുമായിട്ട് ബന്ധമില്ല. ബ്രേക്ക് ഫെയിലിയർ അത് സെയിം ആണ് അല്ലേ, വലിയ ബന്ധമല്ല. ടയർ പ്രഷർ ലോ, അത് നമ്മൾ എഞ്ചിനിൽ പവർ ജനറേറ്റ് ചെയ്യുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് മൈലേജ് കുറയും, അതുപോലെ തന്നെ ഡ്രാഗ് ഫീൽ ചെയ്യും, അതൊക്കെ ശരിയാണ്. പക്ഷെ എഞ്ചിനിൽ പവർ ജനറേറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടത്. ലോ പവർ ജനറേഷൻ ഇൻ എഞ്ചിൻ എന്നാണ്. അതുകൊണ്ട് തന്നെ എയർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ എഞ്ചിൻ എന്ത് ചെയ്യും? പവർ കുറഞ്ഞു വരുന്ന ഒരു ഫീൽ ഉണ്ടാവും, പവർ എന്തായാലും കുറയും. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം.